നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒരു നിമിഷം ദയവായി നിങ്ങളുടെ ഹൃദയത്തിൽ കൈവയ്ക്കുക. എന്നിട്ട് ഒരു കാര്യം ചിന്തിക്കുക. ഇത് യാദൃശ്ചികമാണോ? അല്ല, ഒരിക്കലുമല്ല. കാരണം ഗുരുവായൂരപ്പന്റെ അനുവാദമില്ലാതെ ഒരു ഇല പോലും അനങ്ങില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലെത്തിയത് ഭഗവാന്റെ തീരുമാനമാണ്. ഒരുപക്ഷെ നിങ്ങളിപ്പോൾ ഒരു വലിയ വിഷമത്തിലായിരിക്കാം. ആർക്കും പറയാൻ പറ്റാത്ത ഒരു ദുഃഖം, ഒരു വേദന, ഒരു ഭയം. പക്ഷെ ഇനി ഭയപ്പെടേണ്ട. കാരണം ഗുരുവായൂരപ്പൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഇന്ന് ഈ വീഡിയോയിലൂടെ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ലഭിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട 7 ദിവ്യ കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. കാരണം അവസാനത്തിൽ നിങ്ങളുടെ ജീവിതം മാറ്റുന്ന ഒരു പ്രത്യേക പ്രാർത്ഥന ഞാൻ നിങ്ങളെ കൊണ്ട് ചൊല്ലിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നമ്മളെല്ലാവരും തന്നെ ഗുരുവായൂരപ്പൻ്റെ ഭക്തരാണ്. ഗുരുവായൂരപ്പനെ നിത്യവും ഭജിക്കുന്നവരാണ്. ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഗുരുവായൂരപ്പൻ നമ്മുടെ ജീവിതത്തിലേക്ക് എങ്ങനെയാണ് വരുന്നത്? എപ്പോഴാണ് വരുന്നത്? ആർക്കാണ് ആദ്യം വരുന്നത്? എന്തുകൊണ്ട് ചിലരുടെ ജീവിതത്തിൽ ഭഗവാൻ അത്ഭുതങ്ങൾ കാണിക്കുന്നു? ഇത് ഒരു രഹസ്യമല്ല, ഇത് ഒരു സത്യമാണ്, ഒരു ദൈവിക സത്യം. നമ്മൾ എപ്പോഴും ഗുരുവായൂരപ്പനെ ഒരു ക്ഷേത്രത്തിലെ വിഗ്രഹമായിട്ട് മാത്രം കാണാറുണ്ട്. പക്ഷെ ഗുരുവായൂരപ്പൻ ഒരു കല്ലല്ല, ഒരു രൂപമല്ല, ഒരു ജീവിക്കുന്ന ശക്തിയാണ്. നിങ്ങൾ ശ്വസിക്കുന്ന വായുവിൽ പോലും ഭഗവാന്റെ സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ് സത്യം. നിങ്ങളുടെ ഹൃദയമിടിപ്പിൽ ഭഗവാന്റെ സ്പർശനമുണ്ട്. നിങ്ങൾ കരയുമ്പോൾ നിങ്ങളുടെ കണ്ണുനീർ വീഴുന്നതിന് മുൻപ് അതിൻ്റെ വേദന ഗുരുവായൂരപ്പൻ അനുഭവിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഒറ്റയാളല്ല. ജീവിതത്തിൽ ചില സമയങ്ങൾ വരും. ആരും കൂടെയില്ലാത്ത സമയം, ആരും മനസ്സിലാക്കാത്ത സമയം, സ്നേഹിച്ചവർ പോലും വിട്ടുപോയ സമയം. അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് കരയുമ്പോൾ നിങ്ങളുടെ പക്കൽ നിശബ്ദമായി നിൽക്കുന്നത് ഗുരുവായൂരപ്പനാണ്. നിങ്ങൾ കാണുന്നില്ല, പക്ഷേ ഭഗവാൻ അവിടെ ഉണ്ടാകും. നിങ്ങളുടെ തോളിൽ കൈവച്ച് നിങ്ങളെ ആശ്വസിപ്പിച്ച് നിങ്ങളെ കരുത്തു നൽകുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ എല്ലാം അവസാനിച്ചു എന്ന് തോന്നിയ സമയത്ത് ഒരു വഴി തുറക്കുന്നത്, പ്രതീക്ഷയില്ലാതിരുന്നപ്പോൾ ഒരു സഹായം കിട്ടിയത്, പണമില്ലാതിരുന്നപ്പോൾ എവിടെ നിന്നോ ഒരു സഹായം വന്നത്, ആരോടും പറയാതെ നിങ്ങളുടെ പ്രശ്നം ആരോ പരിഹരിച്ചത്. ഇത് ഭാഗ്യമല്ല, ഇത് യാദൃശ്ചികമല്ല, അത് ഗുരുവായൂരപ്പന്റെ ഇടപെടലാണ്. നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ടതായിട്ടുള്ള ഒരു വലിയ സത്യമുണ്ട്. ഗുരുവായൂരപ്പൻ വിളിക്കുന്നവരുടെ അടുത്ത് മാത്രം വരില്ല, കരയുന്നവരുടെ അടുത്ത് ആദ്യം വരും, വേദനിക്കുന്നവരുടെ അടുത്ത് ആദ്യം വരും, നിരാശരായവരുടെ അടുത്ത് ആദ്യം വരും. കാരണം ഭഗവാന്റെ ഹൃദയം കരുണയാണ്. ചിലർ ചോദിക്കും, എന്തുകൊണ്ട് ചിലർക്ക് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം വേഗം ലഭിക്കുന്നു? കാരണം അവർ വിശ്വസിക്കുന്നു. പൂർണ്ണമായിട്ടുള്ള വിശ്വാസം, സംശയമില്ലാത്ത വിശ്വാസം. കുഞ്ഞ് അമ്മയെ വിശ്വസിക്കുന്നത് പോലെ നമ്മൾ ഭഗവാനെ വിശ്വസിക്കുന്നു. ഗുരുവായൂരപ്പൻ നിങ്ങളുടെ പണം നോക്കുന്നില്ല, നിങ്ങളുടെ സ്ഥാനം നോക്കുന്നില്ല, നിങ്ങളുടെ ശക്തി നോക്കുന്നില്ല. നിങ്ങളുടെ ഹൃദയം മാത്രമാണ് നോക്കുന്നത്. നിങ്ങളുടെ സത്യമായ പ്രാർത്ഥന, നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ ഭക്തി, അതാണ് ഭഗവാനെ സന്തോഷിപ്പിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഒരു ചെറിയ പ്രാർത്ഥന പറയാം. ഹൃദയത്തിൽ നിന്ന് എൻ്റെ കൂടെ പറഞ്ഞോളൂ. ഗുരുവായൂരപ്പ, എൻ്റെ ജീവിതത്തിലേക്ക് വരയണമേ. ഗുരുവായൂരപ്പനെ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് വിളിക്കുകയാണ്. നമ്മുടെ ജീവിതം ഭഗവാനിൽ അർപ്പിക്കുകയാണ്. ഗുരുവായൂരപ്പനെ വിശ്വസിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഗുരുവായൂരപ്പ രക്ഷിക്കണമേ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഗുരുവായൂരപ്പൻ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന സമയത്ത് ചില അടയാളങ്ങൾ കാണും. നിങ്ങളുടെ മനസ്സ് ശാന്തമാകും, ഭയം കുറയും, അകത്തൊരു ആത്മവിശ്വാസം വരും. പ്രശ്നങ്ങൾ പതിയെ പതിയെ മാറാൻ തുടങ്ങും. നിങ്ങൾ ശക്തനാകും. ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് യാദൃശ്ചികമല്ല, ഗുരുവായൂരപ്പന്റെ വിളിയാണ്. ഭഗവാൻ നിങ്ങളെ വിളിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ, നിങ്ങളെ അനുഗ്രഹിക്കാൻ. ഇനി അടുത്തതായിട്ട് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് വരാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ നാളെ മുതൽ നിങ്ങൾ ചെറിയ ഒരു മാറ്റം വരുത്തുക. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, രാവിലെ കണ്ണു തുറക്കുന്ന ആദ്യ നിമിഷം മൊബൈൽ നോക്കരുത്, ആരെയും ഓർക്കരുത്. ആദ്യം ഗുരുവായൂരപ്പനെ ഓർക്കുക. എന്നിട്ട് ഈയൊരു വാക്ക് പറയുക, ഗുരുവായൂരപ്പ എന്നും എന്നെ കാത്തു സൂക്ഷിക്കണേ,
ഈ ഒരു വാക്ക് നിങ്ങളുടെ ജീവിതം മാറ്റും എന്നുള്ളത് തീർച്ചയാണ്. കാരണം ആ ദിവസം ഭഗവാൻ നിങ്ങളുടെ കൂടെയുണ്ടാകും. ഏറ്റവും ശക്തമായിട്ടുള്ള രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നാമജപമാണ്. കൃഷ്ണ, ഗുരുവായൂരപ്പ, ഈ നാമം പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു മാറ്റം അനുഭവപ്പെടും. എല്ലാവരും ഹൃദയം കൊണ്ട് ഭഗവാനെ വിളിക്കുക, കൃഷ്ണ, ഗുരുവായൂരപ്പ. ഈ നാമം പറയുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ്. ഇനി ഒരു യഥാർത്ഥ അനുഭവ കഥ പറയാം. ഒരു ഭക്തന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു യഥാർത്ഥ കഥയാണിത്. അദ്ദേഹം എല്ലാം നഷ്ടപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. ജോലിയില്ല, പണമില്ല, സന്തോഷമില്ല. ഒരു കാലത്ത് എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ വളരെ പെട്ടെന്നാണ് ചില കാരണങ്ങൾ കൊണ്ട് അതെല്ലാം ഇല്ലാതായത്. ഒരു ദിവസം അദ്ദേഹം ഗുരുവായൂരപ്പനെ വിളിച്ചു, എന്നെ രക്ഷിക്കണമേ. അതിനുശേഷം അദ്ദേഹത്തിന്റെ ജീവിതം മാറി എന്നതാണ്. ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവ കഥകൾ നിങ്ങളും കേട്ടിട്ടുണ്ടാകും. ഇന്ന് അദ്ദേഹം സന്തോഷമായിട്ട് ജീവിക്കുന്നു. കാരണം ഭഗവാൻ അദ്ദേഹത്തെ കൈവിട്ടില്ല എന്നതാണ് സത്യം. ഇനി അടുത്തതായിട്ട് ഭഗവാന്റെ അനുഗ്രഹം നേടാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ദിവ്യ കാര്യം എന്ന് പറയുന്നത് വൈകുന്നേരം ഒരു വിളക്ക് തെളിയിക്കുക എന്നുള്ളതാണ്. ആ വെളിച്ചം നിങ്ങളുടെ ജീവിതം പ്രകാശിപ്പിക്കും. വിളക്ക് തെളിയിക്കുമ്പോൾ പറയുക, ഗുരുവായൂരപ്പ, എൻ്റെ ജീവിതത്തിൽ വെളിച്ചം നൽകണമേ. ഇനി അടുത്തതായിട്ട് ഗുരുവായൂരപ്പൻ്റെ ദിവസമായിട്ടുള്ള വ്യാഴാഴ്ചയുടെ രഹസ്യത്തെക്കുറിച്ച് പറയാം. വ്യാഴാഴ്ച ഗുരുവായൂരപ്പൻ്റെ ദിവസമാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ആ ദിവസം ഈ പ്രാർത്ഥന നിങ്ങൾ പറയുക, ഗുരുവായൂരപ്പ രക്ഷിക്കണമേ. ആ ഒരു പ്രാർത്ഥന നിങ്ങൾ വ്യാഴാഴ്ച ദിവസം എത്രത്തോളം പറയുന്നുവോ അത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകും എന്നുള്ളതാണ്. അത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും. ഇനി അതുപോലെ തന്നെ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കുന്ന സമയത്ത് ചില ലക്ഷണങ്ങൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ കാണാനായിട്ട് കഴിയും. നിങ്ങളുടെ മനസ്സ് ശാന്തമാകും, പ്രശ്നങ്ങളൊക്കെയും വഴിമാറും, ജീവിതത്തിലേക്ക് സന്തോഷം കടന്നു വരും. ഇപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ണടയ്ക്കുക, ഗുരുവായൂരപ്പനെ മനസ്സിൽ കാണുക. എന്നിട്ട് പറയുക, ഗുരുവായൂരപ്പ, എന്നെ കൈവിടരുതേ, എന്നെ രക്ഷിക്കണമേ, എൻ്റെ ജീവിതത്തിലേക്ക് വരയണമേ. ഭഗവാൻ 100% ഉറപ്പായിട്ടും നിങ്ങളെ ചേർത്ത് നിർത്തും. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്തിനായിട്ട് അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പുണ്യകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് വീട്ടിൽ ഒരു തുളസിത്തൈ നട്ടു വളർത്തുക. അതിനെ ശരിയായിട്ടുള്ള രീതിയിൽ പരിപാലിക്കുക. രാവിലെ കുളിച്ച് ശരീരശുദ്ധി വരുത്തി ആ തുളസിക്ക് ജലമർപ്പിക്കുക. ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഭഗവാൻ ആ വീട്ടുമുറ്റത്തുണ്ടാകും, ആ വീട്ടിലുണ്ടാകും. ആ കുടുംബത്തിലുള്ള ഓരോരുത്തരിലും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകും. അവരെ എല്ലാവരും ഭഗവാൻ രക്ഷിക്കും. അപകടം കൂടാതെ അല്ലെങ്കിൽ മനസ്സ് വിഷമിപ്പിക്കാതെ ഭഗവാൻ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകും. ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഭഗവാനെ തള്ളിപ്പറയരുത്. ഭഗവാനെ കൂട്ടുപിടിക്കുക. ഭഗവാൻ നിങ്ങളെ ശക്തനാക്കുകയാണ് എന്നുള്ളത് തിരിച്ചറിയുക. ഗുരുവായൂരപ്പൻ്റെ ഭക്തരുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഒരുപാടുണ്ടാകും. ആ പരീക്ഷണങ്ങളെ മറികടക്കാൻ, ആ ഒരു കടമ്പയെ കടക്കാനായിട്ട് ഭഗവാൻ തന്നെ അവർക്കതിനുള്ള ശക്തി നൽകും എന്നതാണ്. ഓരോ അമ്മമാരും, ഓരോ മക്കളും, ഓരോ അച്ഛന്മാരും എല്ലാവരും വിശ്വാസമർപ്പിക്കുന്ന ഒരു ഭഗവാനാണ് ഗുരുവായൂരപ്പൻ. ആ ഒരു പാദത്തിങ്കിൽ നമ്മുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും അർപ്പിക്കുക. ഭഗവാൻ എല്ലാത്തിനും പരിഹാരം കാട്ടിത്തരും. ഒരുപക്ഷെ നിങ്ങൾ വിളിക്കുന്ന സമയത്തായിരിക്കില്ല ഭഗവാൻ വരുന്നത്. നിങ്ങൾക്ക് എപ്പോഴാണോ ഭഗവാനെ ആവശ്യം, എപ്പോഴാണോ നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാൻ വരേണ്ടത്, ആ സമയത്ത് ഭഗവാൻ വന്നിരിക്കും എന്നുള്ളതാണ്. എല്ലാവരുടെ ജീവിതത്തിലും ഭഗവാന്റെ ഒരു പ്രസൻസ് ഉണ്ടായിരിക്കും. ആ ഒരു പ്രസൻസിനെ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നില്ല എന്നതാണ് വാസ്തവം. വീട്ടിൽ എപ്പോഴും ഭഗവാന്റെ ഒരു കാരുണ്യം ഉണ്ടാകാൻ അല്ലെങ്കിൽ ഭഗവാന്റെ ആ ഒരു ചൈതന്യം വിളങ്ങി നിൽക്കാനായിട്ട് നിങ്ങളുടെ വീട്ടിൽ ഗുരുവായൂരപ്പൻ്റെ ഒരു ഫോട്ടോ സൂക്ഷിക്കുക. വളരെ ചെറിയ ഒരു ഫോട്ടോ മതി. നിത്യവും അതിന് മുന്നിൽ ഒരു വിളക്ക് തെളിയിക്കുക. ഏറ്റവും ഐശ്വര്യമാണ്. ആ ഒരു കുടുംബത്തിൽ ഭഗവാൻ തന്നെ കാവലായി ഉണ്ടാകും എന്നുള്ളതാണ്. ഒരുപാട് ആളുകൾക്ക് അനുഭവമുള്ള കാര്യമാണ്. ജീവിതത്തിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എൻ്റെ പൊന്നു ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന ആ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ, അതുതന്നെയാണ് പലരെയും ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുന്നത്. പലർക്കും ജീവിക്കാനുള്ള ഊർജം നൽകുന്നത് പോലും ആ ഒരു മന്ത്രമാണ് അല്ലെങ്കിൽ ആ ഒരു വാക്കാണ്. ഞാൻ ഇന്നിവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പാലിക്കുകയാണെങ്കിൽ ഭഗവാൻ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകും. ഓം നമോ നാരായണായ എന്ന മന്ത്രത്തോടുകൂടി നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. ഭഗവാനിൽ വിശ്വസിക്കുന്ന ആളാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായിട്ടും ഒരു മന്ത്രം, ഭഗവാന്റെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.
വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.